നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വ്യോമഗതാഗതം ഇപ്പോൾ സമൂഹത്തിലെ ഉന്നതർ മാത്രം ആശ്രയിക്കുന്ന ഒരു മേഖലയല്ല. ധാരാളം സാധാരണ ആളുകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ ഒക്കെ ഈ മേഖലയെ സമയലാഭത്തിനും സൗകര്യത്തിനുമായി ആശ്രയിക്കുന്നുണ്ട്. അവിടെ ഒരു ഭാവനാസമ്പന്നമായൊരു പദ്ധതി ആവിഷ്കരിച്ച് വിജയിപ്പിച്ചിരിക്കുകയാണ് സിയാൽ 0484 എയ്റോ ലോഞ്ച്. സാധാരണക്കാർക്കും ആഡംബരം. ഇഷ്ടംപോലെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ വിജയിക്കുക അത്ര എളുപ്പമല്ല. അവിടെയാണ് ഈ 0484 എന്ന എയ്റോ ലോഞ്ചിൻ്റെ പ്രസക്തി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ൽ 0484 എയ്റോ ലോഞ്ച് എന്ന പേരിൽ ആരംഭിച്ച സംവിധാനം വൻ വിജയമായി മാറിയിരിക്കുകയാണ്. കാരണം യാത്രക്കാർക്കും ഒപ്പം വരുന്നവർക്കും ഒരുപോലെ സൗകര്യമാണ് 0484 എയർ ലോഞ്ച്. ഇത് സിയാൽ ചെയ്തിരിക്കുന്നത് അഫോർഡബിൾ ലക്ഷറി ഫോർ ഓൾ, അതായത് സാധാരണ ജനങ്ങൾക്കും ലക്ഷറി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയിട്ട് സിയാൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് 41 റൂംസാണുള്ളത്. അതിനോടുപരി ബിസിനസ് ഏരിയ, അതിനകത്ത് 2 കോൺഫറൻസ് ഹാളുണ്ട്, 3 ബോർഡ് റൂംസ് ഉണ്ട്, കോവർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു കോഫി ലോഞ്ച് ഉണ്ട്, റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ലോഞ്ച് ആക്സസ് ആയിട്ട് നമുക്ക് ഫ്യൂ അവേഴ്സിനൊക്കെ വരുന്നവർക്ക് ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണക്കാർക്കും താങ്ങാനാവുന്ന ആഡംബരം, അങ്ങനെയാണ് 0484 ലോഞ്ചിനെ വിമാനത്താവള അധികൃതർ വിശേഷിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് വാർത്താവിനിമയ സംവിധാനങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കിയിരുന്ന എറണാകുളത്തിൻ്റെ STD കോഡായ 0484 എന്ന പേര് തന്നെ ഈ ലോഞ്ചിന് നൽകി. എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തിൻ്റെ STD കോഡാണ്. അപ്പം എറണാകുളവുമായിട്ട് നമ്മുടെ ഈ എയർപോർട്ടിന് വലിയൊരു ബന്ധമുണ്ട്. എറണാകുളത്താണ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എറണാകുളത്തിൻ്റെ എലമെൻസിനെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഡിസൈൻ മുതൽ അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ പേര് തന്നെ 0484 എന്നുള്ളത് എറണാകുളത്തിൻ്റെ STD കോഡ് വെച്ചിട്ടാണ് ചെയ്തത്. പാസഞ്ചറാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ പാസഞ്ചറിൻ്റെ എക്സ്പീരിയൻസ് നന്നാക്കുക എന്നുള്ളതാണ് എല്ലാ എയർപോർട്ടുകളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, എല്ലാ എയർപോർട്ടുകളും അത്തരം ഒരു ചിന്തയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുറത്തുള്ള ഹോട്ടലിനേക്കാളും കുറഞ്ഞ അളവിൽ, അതായത് പക്ഷേ മറുവശത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇതിൻ്റെ ലക്ഷറി കുറയ്ക്കാനും പറ്റില്ല. അപ്പോൾ എയർപോർട്ടിനകത്ത് ഇവിടെ നമ്മൾ നേരത്തെ ഇത് അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ നേരത്തെ പണ്ട് ടെർമിനൽ 1, അതായത് ഡൊമസ്റ്റിക് ടെർമിനലിലെ അറൈവൽ ഭാഗം മുമ്പത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഡിപ്പാർച്ചർ ഭാഗം നമ്മൾ ഇത് ബിസിനസ് ജെറ്റ് ടെർമിനലായിട്ട് വികസിപ്പിച്ചു. അപ്പം ഇപ്പുറത്തെ ഏതാണ്ട് അത്ര സ്ഥലം തന്നെ നമുക്ക് കിട്ടി. അതിനെയാണ് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. വിമാനയാത്രക്കാർക്കും സന്ദർശകർക്കും കുറഞ്ഞ ചെലവിൽ പഞ്ചനക്ഷത്ര സമാന സൗകര്യങ്ങൾ ലളിതമായ നടപടികളിലൂടെ ഉപയോഗിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. വിമാനത്താവളത്തിലെ ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് യാത്രക്കാരനാവേണ്ട ആവശ്യമില്ല. സാധാരണ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് വേണ്ട തിരിച്ചറിയൽ രേഖ മാത്രം മതിയാവും. പ്രത്യേകിച്ച് ഒരാളെ പിക്ക് ചെയ്യാൻ വരുന്നവർക്കും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നവർക്കും ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. കാരണം സിറ്റി സൈഡ് ആയതുകൊണ്ട് നമുക്ക് യാത്രക്കാർ ആകണമെന്നില്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ബോർഡിംഗ് പാസോ ടിക്കറ്റ്സോ ഇല്ലെങ്കിലും നമുക്കിവിടെ നോർമൽ ഹോട്ടൽസിൽ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ ഒരു വാലിഡ് ID ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് താമസിക്കാൻ പറ്റുന്നതാണ്. റേറ്റ്സ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഒരു 2800 മുതലുള്ള റൂംസ് അവൈലബിൾ ആണ്, പ്ലസ് GST ഉണ്ട്. അപ്പോൾ അതാണ് 6 അവേഴ്സിൻ്റെ റേറ്റ്സ് വരിക. ഒരു വർഷമായി ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർ, അങ്ങനെ ആൾക്കാർ ഒരുപാട് സേഫ്റ്റി ഇഷ്യൂ കാരണം ഇവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാത്രി ചിലപ്പോൾ അത് അവർക്ക് പുറത്ത് ഇറങ്ങി പോകാനോ, അവർക്ക് ചിലപ്പോൾ പബ്ലിക് വാഹനങ്ങളുണ്ടാവില്ല. അപ്പോൾ അവരെന്താ വെച്ചാൽ നേരത്തെ ഇവിടെ വന്ന ശേഷം ഇവിടെ റൂം എടുത്ത് തങ്ങിയ ശേഷം പിന്നെ പോകും. ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാർ വീണ്ടും ഇവിടെ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ റൂം എടുത്ത ശേഷം പോകുന്നുണ്ട്. സാധാരണഗതിയിൽ ഹോട്ടലുകളുടെ വാടക നിശ്ചയിക്കുന്നത് ഉച്ചയ്ക്ക് 12 മുതൽ പിറ്റേന്ന് 12 വരെയുള്ള 24 മണിക്കൂറിലേക്കാണ്. ഈ സമയ നിബന്ധന മൂലം
24 മണിക്കൂർ മുറി ഉപയോഗിച്ചില്ലെങ്കിൽ പോലും താമസക്കാർക്ക് മുഴുവൻ തുകയും നൽകേണ്ടി വരുന്നു. ഇവിടെയാണ് സിയാലിൻ്റെ 0484 എയർ ലോഞ്ചിൻ്റെ പ്രസക്തി. ഇവിടെ 6 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ പാക്കേജുകളിൽ റൂമുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ആവശ്യമുള്ള സമയത്തേക്ക് മാത്രം മുറിയെടുത്ത് പണം ലാഭിക്കാം. നമ്മൾ സിയാലിൻ്റെ ഒരു ബ്രോഡർ നോൺ എയറോ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ വ്യോമേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. താജ് ഹോട്ടൽ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ലക്ഷറി ആയിട്ട് ഉള്ള പാസഞ്ചേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മറുവശത്ത് സാധാരണക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണം, സാധാരണ പാസഞ്ചേഴ്സിന്. അപ്പോൾ ഒരു ദിവസം പലർക്കും ഇവിടെ നമ്മുടെ ഒരു സർവേയിൽ കാണിക്കുന്നുണ്ട്, മാക്സിമം ആൾക്കാർ 6 മുതൽ 12 മണിക്കൂർ വരെയാണ് ഒരു ഹോട്ടൽ റൂം ഉപയോഗിക്കുന്നത്. പക്ഷേ 24 മണിക്കൂറിൻ്റെ വാടക കൊടുക്കണം. നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ ഇത് നമുക്ക് 2 പേർക്ക് കൊടുക്കാം. മികച്ച സൗകര്യമുള്ള സ്വീറ്റുകൾ അടക്കമുള്ള മുറികൾ വിമാനയാത്രക്കാർക്കും സന്ദർശകർക്കും കുറഞ്ഞ ചിലവിൽ ആവശ്യമുള്ള നിശ്ചിത മണിക്കൂറുകളിൽ ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഏർലി മോർണിംഗ് വരുന്ന ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നവരും ഇവിടെ സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിൽ പോകേണ്ടവർ തലേദിവസം വൈകുന്നേരം വന്ന് സ്റ്റേ ചെയ്ത് മാറുന്നവരുണ്ട്. പിന്നെ റൂംസിൻ്റെ കാര്യത്തിൽ സാധാരണക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷനാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ റോഡ് ബ്ലോക്കുകൾ, പലർക്കും ഫ്ലൈറ്റ് മിസ്സാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ഒരു വൺ ടൈം സൊല്യൂഷനാണ് നമ്മളുടെ ഈ ഒരു ഫെസിലിറ്റി കൊണ്ട്. കാരണം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കൺസെപ്റ്റാണ്. സിയാലിൽ എയർപോർട്ടിനുള്ളിൽ ടെർമിനലിനോട് ചേർന്നുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എയറോ ലോഞ്ചാണ് കൊച്ചി വിമാനത്താവളത്തിലേത്. അതിമനോഹരമായ ഒഴുകുന്നതും ചലനാത്മകവുമായ മാതൃകയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ രൂപകൽപ്പന. ഇവിടുത്തെ കായലും ഇവിടുത്തെ ചെടി, എറണാകുളത്തിൻ്റെ ചെടി സസ്യജാലങ്ങളും, ഇത് രണ്ടുമാണ് നമ്മുടെ ഇതിൻ്റെ തീം. ഇവിടെ നോക്കിയാലേ അറിയാം, ഇവിടെ ഈ സ്ട്രക്ചർ നോക്കിയാലേ അറിയാം, ഇവിടെ സ്ക്വയറായിട്ടുള്ളൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റാണ്. എല്ലാം അതിൻ്റെ ഒരു കർവ് കാണും. അപ്പം വെള്ളം, നമ്മൾ ഈ വള്ളമൊക്കെ ഇട്ടിട്ടുണ്ടാവും, വള്ളമുണ്ട്, അതിൻ്റെ താഴെ വെള്ളം. അതിനകത്ത് ഇതിൻ്റെ റിപ്പിൾസാണ് ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ചതുരത്തിലുള്ള നിർമ്മിതികളോ കൂർത്ത വശങ്ങളോ ഫർണിച്ചറുകളോ ഇവിടെയില്ല. ലൈറ്റുകളിൽ പോലും ആ ഭംഗി പ്രകടം. സിയാലിൻ്റെ ഒരു എൻ്റയർ എഞ്ചിനീയറിംഗ് ടീമുണ്ട് സിവിൽ അതിൻ്റെ പുറകിൽ. അവരുടെ ഒരു 6 മാസം കൊണ്ടാണ് ഇതൊരു പ്ലെയിനായിട്ട് കിടന്നൊരു സ്ഥലം ഇങ്ങനെയാക്കി, ഈ ഒരു ഡിസൈനിലാക്കി. ഇതിനകത്ത് 41 റൂംസ് അവർ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ജലസമൃദ്ധിയുടെ പര്യായമായ കായൽ സൗന്ദര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒഴുകിപ്പരന്നു കിടക്കുന്ന ഡിസൈനുകൾ. (0484) ലോഞ്ചിൻ്റെ തൊട്ടടുത്തായി തന്നെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ലഭ്യമാകുന്ന ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റും കഫേ ലോഞ്ചും ഉടൻ പൂർണ്ണ സജ്ജമാകും. 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു കോൺഫറൻസ് ഹാളുണ്ട്. 4 ചെറിയ ബോർഡ് റൂമുകളുണ്ട്. അപ്പം വേറൊരു കൺസെപ്റ്റാണ്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഇവിടെ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ എയർപോർട്ടിൻ്റെ പ്രിമൈസസ് വിട്ടു പോകാതെ ഇവിടെ തന്നെ വന്നിട്ട് അവിടെ ഒരു ബോർഡ് മീറ്റിംഗ് നടത്താം, താമസിക്കാൻ നമുക്ക് ഇതിനകത്തൊരു ജിമ്മുണ്ട്, എൻ്റെ ഒരു റെസ്റ്റോറൻ്റായി വരുന്നു. വിമാനത്താവളത്തിന് അകത്ത് തന്നെയാണെങ്കിലും അതീവ സുരക്ഷാ മേഖലയ്ക്ക് പുറത്തായതിനാൽ വിമാനയാത്രികർക്കും പുറത്തുനിന്നുള്ളവർക്കും ലോഞ്ച് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതിനാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമെത്തുന്നവർ ഈ സൗകര്യം ഉപയോഗിക്കുന്നത് മൂലം പദ്ധതി വൻ വിജയമായി. $50,000 ചതുരശ്ര അടി വിസ്താരത്തിലുള്ള ലോഞ്ചിൽ 37 മുറികൾ, 4 സ്യൂട്ടുകൾ, 3 ബോർഡ് റൂമുകൾ, 2 കോൺഫറൻസ് ഹാളുകൾ, കോവർക്കിംഗ് സ്പേസ്, ജിം, സ്പാ, ലൈബ്രറി എന്നിവയാണുള്ളത്. ഈ മികച്ച സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മീറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത് ഒരു അപ് ടു 8 hours, ഒരു ഹോളിഡേ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ 100 പേരുടെ കോൺഫറൻസ് ഹാളിന് നമുക്കൊരു 20,000 രൂപയാണ് വരിക. 50 പേരുടെ കോൺഫറൻസ് ഹാളിന് വരുന്നത് 10,000 രൂപയാണ്. പിന്നെ അത് അപ് ടു 4 hours എന്ന് പറയുന്നത് സ്ലാബുണ്ട്. അതിൽ 100 പേരുടേതിന് നമുക്ക് 12,000 രൂപയും 50 പേരുടേതിന് നമുക്ക് 6,000 രൂപയാണ് വരിക. കോൺഫറൻസ് ഹാളിൻ്റെ റേറ്റ്സ് വരുന്നത് നമുക്ക് 18 പാക്സിൻ്റെ 2 ബോർഡ് റൂംസ് ഉണ്ട്. അതിൻ്റെ റേറ്റ്സ് വരുന്നത് 10,000 ആണ് ഫോർ 8 hours. അത് 4 hours വരികയാണെങ്കിൽ അതിന് വരുന്നത് നമുക്ക് ഒരു 6,000 റുപ്പീസേ വരുന്നുള്ളൂ.
പിന്നെ ഒരു 10 packs ഉണ്ട്, ചെറിയൊരു ബോട്ട് റൂംസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് 8 hours വരുന്ന 5,000 ആണ്. അപ് ടു 4 hours അതൊരു 3,000 റുപ്പീസിനാണ് നമ്മൾ ചാർജ് ചെയ്യുക. രാജ്യത്തെ മറ്റ് വിവിധ നഗരങ്ങളിൽ നിന്ന് കൊച്ചി പോലൊരു നഗരത്തിലെത്തി വിമാനത്താവളത്തിൽ തന്നെ ഓഫീസ് ജോലികൾ നിർവഹിച്ച് മടങ്ങാൻ കോ വർക്കിംഗ് സ്പേസ് സഹായമാവുന്നു. നഗരത്തിലേക്ക് കടക്കാതെ ജോലി നിർവഹിച്ച് മടങ്ങാൻ കഴിയുമെന്നതിനാൽ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാം. ഇപ്പോൾ എവിടെ പോയാലും വർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് വന്നു. നമ്മൾ പെർ ഡേ ഒരു 500 റുപ്പീസിനാണ് നമ്മൾ കോ വർക്കിംഗ് സ്പേസ് ഇവിടെ സെല് ചെയ്യുക. അതുപോലെ തന്നെ മന്ത്ലി സ്കീമുണ്ട്. കുറേ ഓഫീസുകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 8,000 പ്ലസ് GST ആണ് മന്ത്ലി അതിന് ചാർജസ് വരിക. അപ്പോൾ അതും സാധാരണക്കാർക്കെല്ലാം അവൈലബിൾ ആണ്. ഒരു ID പ്രൂഫ് മാത്രം കൊടുത്തിട്ട് അവർക്ക് ഹോൾ ഡേ 8 hours യൂസ് ചെയ്യുന്നതിന് നമ്മൾ 500 രൂപയാണ് കോ വർക്കിംഗ് സ്പേസിൽ. അതിനകത്ത് ഫ്രീ ഇൻ്റർനെറ്റ് ഉണ്ട്. നമ്മുടെ ഹൗസ് കീപ്പിംഗ് സർവീസസ് എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. 0484 എയ്റോ ലോഞ്ചിൻ്റെ സൗകര്യങ്ങൾ സൈറ്റുകളിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകൾ വഴിയോ ഇമെയിൽ സൗകര്യം ഉപയോഗിച്ചോ ബുക്ക് ചെയ്യാം. 0484 എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നേരിട്ട് ചെയ്യാം. സിയാലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ, sial.aero എന്നുള്ള വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ലിങ്കും ഉണ്ട്.